നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ജനുവരി 1 മുതൽ 2025 ഡിസംബർ 31 വരെയുള്ള ഒരു വർഷക്കാലം തുലാം രാശിക്കാർക്ക് എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. തുലാരാശി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചിത്തിരയുടെ അവസാന 2 പാദവും ചോതിയും വിശാഖത്തിന്റെ ആദ്യ 3 പാദവും ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി. ഈ തുലാം രാശിക്കാരുടെ രാശിയാധിപൻ മഹാലക്ഷ്മിയാണ്. അപ്പൊ മഹാലക്ഷ്മിയെയും അന്നപൂർണേശ്വരിയെയും പ്രാർത്ഥിക്കുന്നതോടുകൂടി തുലാം രാശിക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും. ചെന്താമരയുടെ നിറത്തിലുള്ള പിങ്ക് വസ്ത്രങ്ങൾ ധരിക്കുന്നത്, അതുപോലെ വെള്ളയിൽ പിങ്ക് ബോർഡറുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത്, അല്ലെങ്കിൽ അതിലെല്ലാം പിങ്ക് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും. വെള്ളിയാഴ്ചയാണ് ഇവർക്ക് ഏറ്റവും സൗഭാഗ്യങ്ങൾ തരുന്ന ദിവസം. വെള്ളിയാഴ്ചകളിൽ ഡയമണ്ട് ധരിക്കുന്ന, വജ്രം അല്ലെങ്കിൽ അതുപോലെയുള്ള വജ്രത്തിന് തത്തുല്യമായ അമേരിക്കൻ ഡയമണ്ടോ മറ്റെന്തെങ്കിലും ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. എല്ലാ ശുഭഫലങ്ങളും തരുന്ന വെള്ളി ആഭരണങ്ങൾ, വെള്ളി വിളക്കിൽ നെയ്യൊഴിച്ച് കത്തിക്കുന്നതൊക്കെ ഇവർക്ക് എല്ലാ ഗുണഫലങ്ങളും നൽകും. ഇനി നമുക്ക് രാശിചക്രത്തിലേക്ക് പോകാം. തുലാരാശി എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവരുടെ രാശിയാധിപനായ ശുക്രൻ മകര രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്കും, കുംഭൻ രാശിയിൽ നിന്ന് ശുക്രന്റെ ഉച്ചസ്ഥാനമായ മീനൻ രാശിയിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് പിന്നെയും ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ശുക്രന്റെ രാശി മാറ്റം വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് അനുകൂല ഫലങ്ങളാണ് നൽകുക. പിന്നീട് ബുധന്റെ രാശി മാറ്റം, ബുധനും അതുപോലെ തന്നെ വൃശ്ചികത്തിൽ നിന്ന് ധനുവിലേക്ക്, ധനുവിൽ നിന്ന് മകരത്തിലേക്ക്, മകരത്തിൽ നിന്ന് കുംഭത്തിലേക്ക്, അങ്ങനെ കുറച്ച് സമയം മാത്രമാണ്. ഏറ്റവും പ്രധാനമായ രാശിമാറ്റം വരുന്നത് വ്യാഴത്തിൻ്റെ മാറ്റമാണ്. വ്യാഴം 1 വർഷക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ അഷ്ടമഭാവത്തിൽ 8ലാണ് അവരുടെ വ്യാഴം നിൽക്കുന്നത്. ഇപ്പോൾ അത് 9ാം ഭാവത്തിലേക്ക് മാറുന്നു എന്നുള്ളത് 2025 ജനുവരി 15-ാം തീയതി, അതായത് 14-ാം തീയതി രാത്രി വരുന്ന വ്യാഴത്തിൻ്റെ മാറ്റം ഏറ്റവും അനുകൂല ഫലങ്ങളായിരിക്കും ഇവർക്കുണ്ടാകുക. കാരണം 9ാം ഭാവം എന്ന് പറയുന്നത് ദൈവാധീനത്തിൻ്റെ ഭാവമാണ്. ദൈവാധീനത്തിൻ്റെ ഭാവത്തിലേക്ക് അതും വ്യാഴത്തിൻ്റെ അംശഭാവമായ ബുധന്റെ ക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്ക് വരുന്നതോടുകൂടി വ്യാഴത്തിൻ്റെ നല്ല ഫലങ്ങൾ ഈ തുലാം രാശിക്കാർക്ക് അനുഭവയോഗ്യമാകും. ശനി വരുന്നത് ഇപ്പോൾ അവർക്ക് 5ാം ഭാവത്തിലാണ്. പഞ്ചമഭാവത്തിൽ നിന്ന് അത് 6ാം ഭാവത്തിലേക്ക് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് അതീവ ദോഷങ്ങളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6ാം ഭാവത്തിൽ ശനിക്ക് ദോഷമൊന്നുമില്ല. അപ്പോൾ 5ൽ അല്പം മനപ്രയാസവും ടെൻഷനും ഒക്കെ, സന്താനങ്ങളെക്കുറിച്ചൊക്കെ ടെൻഷനൊക്കെ അനുഭവിച്ചിരുന്നു എങ്കിൽ 6ലെ ശനി ദോഷങ്ങൾ ചെയ്യില്ല. മാത്രവുമല്ല, ശനി വരുന്നത് ശനിയുടെ സ്വക്ഷേത്രത്തിൽ നിന്നും മാറി വ്യാഴക്ഷേത്രത്തിലേക്ക് വരുന്നതുകൊണ്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഹനുമാൻ ചാലിസ ജപിക്കുക, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുകയൊക്കെ ചെയ്യുമ്പോൾ ആ ശനിയുടെ ദോഷങ്ങൾ കാര്യമാക്കേണ്ടതില്ല. പിന്നീടുള്ളത് രാഹു കേതുക്കളുടെ മാറ്റമാണ്. രാഹു കേതുക്കൾ ഇപ്പോൾ നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. 6ാം ഭാവത്തിൽ രാഹു ഒരിക്കലും ദോഷമൊന്നും ചെയ്യില്ല. പക്ഷെ രാഹു 5ാം ഭാവത്തിലേക്ക് വരുമ്പോൾ സന്താനങ്ങൾക്ക് അല്പസ്വല്പം ബുദ്ധിമുട്ടുകളൊക്കെ വരാം. അതുപോലെ തന്നെ ചിലപ്പോൾ തൊലിപ്പുറത്ത് ചെറിയ ചെറിയ അസ്വാസ്ഥ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സന്തതികൾക്കായാലും അവനവനായാലും. ഇപ്പം നാഗക്ഷേത്രങ്ങളിൽ ആയില്യം നാളിലും അതുപോലെ മകയിരത്തിനും രോഹിണി നാളിലും ഒക്കെ ദർശനം നടത്തി യഥാശക്തി വഴിപാട് കഴിക്കുന്നത് നല്ലതാണ്. സർപ്പദേവതകൾക്ക് മഞ്ഞൾപ്പൊടിയും കദളിപ്പഴവും ഒക്കെ സമർപ്പിക്കുക, പാലഭിഷേകത്തിന് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. അവിടുത്തെ പൂജിച്ച എണ്ണ വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്നതും വളരെ ശുദ്ധമായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ രാഹുവിൻ്റെ ഒപ്പം തന്നെ മെയ് 18-ാം തീയതി വരുന്ന രാഹു കേതുക്കളുടെ മാറ്റം, 18-ാം തീയതി കേതു വരുന്നത് 11ാം ഭാവത്തിലേക്ക് വരും. അപ്പോൾ സാമ്പത്തികത്തിൻ്റെ ചെറിയ തടസ്സങ്ങൾ വരും. നടത്താൻ എന്തെങ്കിലും ഒരു കാര്യം നടത്താൻ വച്ചിരുന്ന പൈസ മറ്റെന്തെങ്കിലും ആവശ്യത്തിലേക്ക് ഉപയോഗിക്കേണ്ടതായ ചില സാഹചര്യങ്ങൾ വന്നേക്കാം. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ യഥാസമയത്ത് അത് തിരിച്ചു കിട്ടണമെന്നില്ല, അവനവൻ്റെ ആവശ്യത്തിനായിരിക്കണമെന്നുമില്ല. അങ്ങനെ വഴിമാറി ചിലവഴിക്കേണ്ട സാമ്പത്തികത്തിൻ്റെ ഒരു കെട്ട് വരാമെങ്കിലും
രാഹുകേതുക്കളുടെ നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുകേതു പൂജ ചെയ്യുമ്പോഴും ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുകയോ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയോ അന്നപൂർണേശ്വരി സ്തോത്രം നിത്യം ജപിക്കുകയോ ചെയ്യുമ്പോൾ ഈ രാഹുകേതുക്കളുടെ ദോഷമൊക്കെ ഒരു പരിധിവരെ കുറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് സൂര്യൻ്റെ മാറ്റം. സൂര്യൻ ജനുവരിയിൽ ധനുവിലും മകരത്തിലുമായിട്ട്, പിന്നെ മകരത്തിലും ഫെബ്രുവരിയിൽ മകരത്തിലും കുംഭത്തിലുമായിട്ട്, അങ്ങനെ ഒരു മാസം 2 ക്ഷേത്രങ്ങളിലായിട്ടാണ് സൂര്യൻ്റെ നിൽപ്പ്. ചന്ദ്രൻ വളരെ കുറച്ച് ദിവസം, ഒരു 135 നാഴിക മാത്രമാണ് ഒരു രാശിയിലുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ മാറ്റമൊന്നും അതീവ ദുരിതങ്ങൾ വരുന്നില്ല. സൂര്യൻ്റെ മാറ്റങ്ങൾ വന്നാൽ തന്നെ സൂര്യഭഗവാനെ ദിവസവും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും വരും. ദിവസവും സൂര്യ ഗായത്രി ജപിക്കുന്നത്, സൂര്യ ഭഗവാന്റെ ഗോൾഡൻ സൺറൈസ് എന്ന സ്വിച്ച് വേർഡ് ഇങ്ങനെ ലൈറ്റ് ഇത് പ്രഭ പരിയുന്ന പോലെ സ്വിച്ച് വേർഡ് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ആദിത്യ ഹൃദയമന്ത്രം ജപിക്കുന്നതൊക്കെ വളരെ ഗുണഫലങ്ങൾ നൽകും. ഇനി നമുക്ക് തുലാം രാശിക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് വരുന്നത്? ബന്ധുജനപ്രീതി പ്രതീക്ഷിക്കാം, സാമ്പത്തികമായ നേട്ടങ്ങൾ, വിദേശയാത്രാ ഗുണങ്ങൾ, ദാമ്പത്യ സൗഖ്യം, വിഷഭയം. ഈ സൗഖ്യത്തിൻ്റെ ഒക്കെ ഇടയ്ക്ക് സർപ്പദംശനമോ എട്ടുകാലി വിഷമോ അല്ലെങ്കിൽ തേട് കുത്തുകയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ മരുന്ന് മാറിക്കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് മൂലം ചെറിയ അസ്വാസ്ഥ്യങ്ങൾ വരാം. ചില മരുന്നുകൾ, പറ്റാത്ത മരുന്നുകൾ കഴിച്ചിട്ട് ചിലപ്പോൾ അത് അലർജിയോ അസ്വാസ്ഥ്യങ്ങളോ ഒക്കെ വരാം. അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കാര്യ തടസ്സങ്ങൾ വരാം. പതനഭീതി, ഞാനിപ്പോൾ തകർന്നു പോകുമല്ലോ, ഞാനിപ്പോൾ വീണ് പോകുമല്ലോ, എല്ലാം ഇങ്ങനെ വക്കത്താണ്, കയ്യാലപ്പുറത്തിരിക്കുന്ന നാളികേരം പോലെ അത് അങ്ങോട്ട് വീഴുമോ ഇങ്ങോട്ട് വീഴുമോ, അനുകൂലത്തിൽ വരുമോ പ്രതികൂലത്തിൽ വരുമോ, എപ്പോഴും എന്തിനെക്കുറിച്ചെങ്കിലുമൊക്കെ അകാരണമായ ടെൻഷനാണ് ഈ തുലാം രാശിക്കാരുടെ പ്രത്യേകത. എത്ര നല്ല സൗഭാഗ്യങ്ങൾ വന്നാലും അതിനനുസരിച്ചിട്ട് ആ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ നന്നായി എഴുതിയാൽ പോലും ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാർക്ക് കിട്ടുവാൻ ബുദ്ധിമുട്ട് വരും. പക്ഷേ വർഷാവസാനം സ്ഥിതികളെല്ലാം വളരെ മാറും. വിവാഹ കാര്യങ്ങളൊക്കെ ഒരു തീർപ്പുണ്ടാകുന്ന സമയമാണ്. എല്ലാവരുമായി നല്ല ഐക്യത്തിൽ വർത്തിക്കുവാൻ, അതുപോലെ തന്നെ നല്ല സർക്കാർ സർവീസിൽ ജോലിക്ക് യോഗമുള്ളവർക്കൊക്കെ അതിനുള്ള വഴി തെളിഞ്ഞു വരുന്നതാണ്. കാർഷിക മേഖലയിലാണെങ്കിലും, അതുപോലെ കായിക രംഗത്താണെങ്കിലും, IT മേഖലകളിൽ, അതുപോലെ ഈ മീഡിയകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വർഷം അവസാനമാകുമ്പോൾ നല്ല നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പൊതുവേ പറഞ്ഞാൽ ഈ 2025 മഹാലക്ഷ്മി അഷ്ടകം ഒരു ദിവസം പോലും മുടങ്ങാതെ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നു. കാരണം മഹാലക്ഷ്മി പ്രീതി വരുത്തുന്നത് കഴിയുമ്പോഴൊക്കെ കനകധാര സ്തോത്രം ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുക, ദേവി മഹാത്മ്യത്തിലെ നാരായണി സ്തുതി നിത്യം ജപിക്കുക, വെള്ളിയാഴ്ചകളിൽ നെയ്വിളക്ക് തെളിച്ച പ്രാർത്ഥനകൾ ചെയ്യുക, അതുപോലെ തന്നെ വരാഹി ദേവിക്ക് പഞ്ചമി നാളിലും അഷ്ടമി നാളിലും പൗർണമിക്കും അമാവാസിക്കും ഒക്കെ പൂജ ചെയ്യുന്നത് വരാനിരിക്കുന്ന എല്ലാ കഷ്ടതകളും മാറി ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവ യോഗ്യമായി തീരുന്നതിന് വഴിതെളിക്കും. ഡയമണ്ട് ധരിക്കുന്നത്, ശുക്രഹോരയിൽ ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഡയമണ്ട് എല്ലാവിധ ഐശ്വര്യം തരുന്നതാണ്. പക്ഷേ ജാതകത്തിലെ ശുക്രൻ്റെ സ്ഥാനം നോക്കിയിട്ട് ഡയമണ്ട് ധരിക്കുന്നത് നല്ലതാണ്. വെള്ളിയാഴ്ചകളിൽ ചെമ്പവിഴത്തിൻ്റെ വെള്ള വസ്ത്രം ധരിക്കുന്നത്, ആ വെള്ളയിൽ ചെന്താമരയുടെ ബോർഡറൊക്കെ ഉള്ള വസ്ത്രം ധരിക്കുന്നത് വളരെ വളരെ ഗുണഫലങ്ങൾ നൽകും. പ്രാർത്ഥനകൾ കൊണ്ട് എന്ത് കഷ്ടങ്ങൾ വന്നാലും ഏത് രാശിയിൽ നിന്നാലും നമ്മളുടെ പ്രാർത്ഥനകൾ കൊണ്ട് ദോഷങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കാനാവും. തീർച്ചയായിട്ടും 2025 തുലാം രാശിക്കാർക്ക് ഏറ്റവും ശോഭനമായ ഒരു വർഷമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.